കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. കേരളത്തിൽ ഒരു സഹകരണ മേഖലയുണ്ട്. RBIയുടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ മേഖല, സഹകരണ ബാങ്കുകൾ. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സഹകരണ മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല. ഈ സഹകരണ മേഖലയ്ക്ക് വലിയ ഭീഷണിയായി മാറുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. 2025 96 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് 2025 വരെ. ഇപ്പോൾ 2026 എത്തുമ്പോൾ ഇപ്പോൾ 8-ാം മാസമായതേ ഉള്ളൂ. അത് 102 വളർന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. വലിയ പലിശയാണ് നിക്ഷേപങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 14%, 14.5% ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അവയെല്ലാം കേരളത്തിൽ നിന്ന് വൻ തുക സമാഹരിക്കുകയും ചെയ്യുന്നുണ്ട്, ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ വന്ന ഒരു കണക്ക് 796 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ലാഭവിഹിതം കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതുണ്ട്. ആ വിഹിതം നൽകാത്തതുകൊണ്ട്, കൃത്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുകളിൽ യാതൊരു നിയന്ത്രണവുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുന്നത്. RBIക്കും വലിയ നിയന്ത്രണങ്ങളൊന്നും ഈ സ്ഥാപനങ്ങൾക്ക് മുകളിലില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് കീഴിൽ അടുത്ത കാലത്താണ് സഹകരണ വകുപ്പ് രൂപീകരിച്ചത്. നേരത്തെ സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആയിരുന്നു. പണം നിക്ഷേപിക്കുന്നവർക്ക് ഒരു തരത്തിലും തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയേ വേണ്ട എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പണം നിക്ഷേപിക്കുന്നവർക്ക് ഒരു ഗ്യാരണ്ടിയും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല, RBIയും നൽകുന്നില്ല. സംസ്ഥാന സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല. കേരളത്തിന് മാത്രമല്ല, ഒരു സംസ്ഥാന സർക്കാരുകൾക്കും നിയന്ത്രണമില്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മുകളിൽ. വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അത് മറ്റു പലയിടത്തും നിക്ഷേപിക്കുന്നു. കേരളത്തിൽ തന്നെ 5-6 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പൊട്ടിപ്പോയിട്ടുണ്ട്, പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. 1000 കോടിയോളം രൂപ അതിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. 450 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്ന, ആസ്തി ഉണ്ടായിരുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സഹകരണ സംഘം പൊളിഞ്ഞു പോയത് അടുത്ത കാലത്താണ്. അതിൻ്റെ ഡയറക്ടർമാർ മുഴുവൻ അറസ്റ്റിലായി. ഒരു ന്യൂസ് ചാനൽ, ടെലിവിഷൻ ന്യൂസ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു. അത് പക്ഷേ നടന്നില്ല. അത് കഴിഞ്ഞ ഉടനെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തകർന്ന് തരിപ്പണമായി, അതിൻ്റെ ഉടമകൾ ജയിലിലായി എന്നത് നാം കണ്ടതാണ്, വലിയ വാർത്തയായി വന്നതാണ്. ചെറിയ ചില മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇതിനകം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉലയ്ക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളത്തിന് ഒരു വലിയ ശാപമായി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാറുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അടുത്ത കാലത്ത് കെ. സുധാകരൻ MP മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതി നൽകിയിരുന്നു. പരാതി നൽകിയത് 1/8/2026 പരാതി നൽകി ഇപ്പോൾ ഏകദേശം 15-16 ദിവസം കഴിഞ്ഞു. പക്ഷേ ഒരു ഇടപെടലും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരം. അന്വേഷണം നടത്തിയോ, പ്രാഥമിക അന്വേഷണം നടത്തിയോ, ഈ പരാതി കൊട്ടയിലിട്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത്. സാധാരണ ഒരു വ്യക്തി നൽകിയ പരാതിയല്ല, കെ. സുധാകരൻ MP നൽകിയ പരാതിയാണ്. ആ പരാതിയിൽ എന്തു സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ചുമതലയുണ്ട്, കെ. സുധാകരൻ MPക്ക് ചുമതലയുണ്ട്. ആ പരാതി പിൻവലിച്ചോ, അതല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ, പരാതിയിൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ, പരാതിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. പരാതി സ്വാധീനം ഉപയോഗിച്ച് മുക്കിയോ, അത് കൊട്ടയിലിട്ടോ, പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നോ എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് സ്വദേശി സോണിയാമോൾ സെബാസ്റ്റ്യൻ നൽകിയ
ഒരു നിവേദനം കെ സുധാകരൻ എം പിക്ക് നൽകിയ നിവേദനം. ആ നിവേദനത്തെ അടിസ്ഥാനമാക്കിയാണ് കെ സുധാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നത്. പരാതിയിൽ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള പരിശോധന നടന്നുവോ എന്നതാണ് അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു ഭാഗത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. മണി ചെയിൻ പോലെ കേരളത്തെ ഗ്രസിച്ച മറ്റൊരു സാമ്പത്തിക സ്ഥാപനങ്ങളായി ഇതാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാറുകയാണോ എന്നതും വലിയ ചോദ്യം തന്നെയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ച് കുലുക്കുന്ന തരത്തിലേക്ക് നാളെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാറാൻ സാധ്യതയുണ്ട്. വലിയ ആരോപണങ്ങൾ, വലിയ തകർച്ചകൾ ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. ആ ഒരു സമയത്താണ് കെ സുധാകരൻ എം പി നൽകിയ ഒരു പരാതിയിൽ ഒരു അന്വേഷണവും നടത്താതെ അവസാനിപ്പിക്കുന്നത് എന്നോർക്കണം.